ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, എന്നാലും കുക്കിംഗ് ഒരു കലയല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചാനൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്യൂബൊക്കെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തുണ്ടാക്കുന്ന പരിപാടിയല്ല കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ള കൊക്കോക്കായിൽ നിന്ന് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. നമുക്ക് കുറച്ചൊരു ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്നാലും നമുക്ക് വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ കൊക്കോക്കോയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. ഓക്കെ, ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് പണ്ടൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ് ഒന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഒക്കെ നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അന്നത്തെ ഒരു ചിന്ത. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് വീട്ടിലുണ്ടാക്കാം, കൊക്കോക്കായിൽ നിന്നാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് മുന്നെയാണ് കൊക്കോക്കായിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളൊക്കെ ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ പെടുമോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതായാലും ഞാനിതേ കൊക്കക്കായ എടുത്തിട്ടുണ്ട്, ഒരു 7 ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മരത്തുമെന്ന് ഇപ്പോൾ 7 കിട്ടിയത് പഴുത്ത്, നല്ല പഴുത്ത് നോക്കിയെടുക്കാം കേട്ടോ. നല്ല പഴുത്ത കായിൽ നിന്നാട്ടോ നല്ല മൂത്ത കുരുകൾ കിട്ടുക, അതായത് കൊക്കോ ബീൻ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ പറയില്ലേ, ആ സംഭവം കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോട് ഭയങ്കര ഹാർഡാണ്. അപ്പം നല്ല മൂർച്ചയുള്ള കത്തി അല്ലെങ്കിൽ അരുവാക്കത്തിക്ക് എടുത്തിട്ട് പൊളിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നല്ല ഒരു പാറമലൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു അരുവാക്കത്തി മടക്കത്തി എടുത്തിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞൗണ്ടി എടുക്കുക കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഒരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൈക്കൊണ്ട് ഞൗണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്കൊരു ദിവസം പുളിപ്പിനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുന്നത്. ഒരു 2 ദിവസം, അത് വെയിലിനനുസരിച്ച് നമുക്ക് 2-3 ദിവസം നമുക്ക് ഉണക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ ഉണക്കിയെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് ഞാനൊരു ബോട്ടിലാക്കി വെച്ചതായിരുന്നു. കാരണം ഇങ്ങനെ കുറച്ചുണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ കായകളൊക്കെ പൊഴുത്തോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെയും നമുക്ക് 7 എത്ര കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല, അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് ആ 2 നന്നായിട്ട് കുരു ഉണങ്ങിയതും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ വറുത്ത് കരിക്കട്ടായോ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. അത് ഇങ്ങനെയാണ് കേട്ടോ ആവേണ്ടത്. നന്നായിട്ട് ഒരു കറുപ്പ് വരുന്ന രീതിയിൽ നിങ്ങൾ വറുക്കണം. ഇത് അതിൻ്റെ തോടാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കൊക്കോ ബീൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ തോട് പോയി കിട്ടും. അപ്പോൾ നന്നായിട്ട് കറുപ്പ് കളറാവുന്ന വരെ നിങ്ങൾ വറുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു പർപ്പിൾ കളറായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കൊക്കോബീന് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഉള്ളൊരു ചോക്ലേറ്റിൻ്റെ നമ്മളൊരു കാണിച്ചു തരാം, ഇപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ടൈം ആവണ വരെ നിങ്ങൾ വറുക്കണം. അപ്പോൾ അതുപോലെ വീട്ടിൽ കൊക്കക്കായ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ചിലരൊക്കെ പറയാറുണ്ട് ഇത് ഭയങ്കര കയ്പ്പാണ്, നമുക്ക് കഴിക്കാൻ കഴിയില്ല, കാണാൻ കുഴപ്പമില്ല, കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരു കയ്പ്പും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് തോട് ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തോട് എടുക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ 2 കൈയായിട്ട് ഇങ്ങനെ വരുതി എടുത്താൽ നമുക്ക് അതിൻ്റെ തോട് പോയി കിട്ടും. പക്ഷെ അപ്പോൾ അത് പൊടിഞ്ഞ് വരും കേട്ടോ ഈ കൊക്കോബീന്. അപ്പോൾ നമുക്കതിൽ നിന്ന് കുരു കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് തോട് കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ കൊക്കോ പൗഡർ റെഡി ആകും. പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ട്രൈപോഡ് കുറച്ച് പ്രശ്നത്തിലായതുകൊണ്ട് ഞാൻ പഞ്ചസാരയുടെ ടിന്നിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇത്ര സൂമായിട്ട് നല്ല ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഞാനിത് അടുപ്പത്ത് പാൽ വെച്ചിട്ടുണ്ട്. 3 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ പാല് നന്നായിട്ട് നമ്മൾ കുറുക്കി കൊണ്ടുവരുമല്ലോ, അങ്ങനെ ചെയ്യണം. തിളച്ച് പോകുന്നത് ശ്രദ്ധിക്കണം. നന്നായിട്ട് ആളിക്കത്തി തീയാക്കണ്ട. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തീയിട്ടിട്ട് അത് കുറുക്കി കൊണ്ടുവരണം നമുക്ക് പാല് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിലാക്കുന്നുണ്ട്. ഈ സൈഡിലിത് ഞാൻ ഇങ്ങനെ നമ്മുടെ പൊടി വീണ്ടും പൊടിച്ചെടുക്കുക. ആദ്യം പൊടിച്ചെടുക്കുകയായിരുന്നു, ഇപ്പോൾ ഇത് കാണുമ്പോൾ അരച്ചെടുക്കണ രൂപത്തിലായില്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ. നിങ്ങൾ കരുതും ചിലപ്പോൾ വെള്ളം ചേർത്തിട്ടായത്, വെള്ളമല്ല. അപ്പോൾ ആദ്യം നമ്മൾ പൊടിച്ചെടുത്ത് കണ്ടല്ലോ, അത് വീണ്ടും നമ്മളിങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ മിക്സിയുടെ ജാറ് ചൂടാകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നിർത്തിയിട്ടും കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുക. അങ്ങനെ ഒരു കുറേ ടൈം ഇങ്ങനെ പൊടിച്ചെടുത്ത് വരുമ്പോഴാണ് അതിൽ നിന്നൊരു ഓയിൽ ഇറങ്ങി വരാണ്ട്. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും വെള്ളം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചെടുത്ത രൂപത്തിലായതാണ്. പക്ഷെ അങ്ങനെയല്ല. അതിങ്ങനെ കുറേ ടൈം അടിച്ചെടുക്കുമ്പോൾ അങ്ങനെ വരും. നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വിശദീകരണം കൂടിയപ്പോഴേ സംസാരം ഒരു ഭാഗത്തേക്കും വീഡിയോ ഒരു ഭാഗത്തേക്കും പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെക്കുക. 2-3 തിള വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അത്യാവശ്യം ഇട്ടാലാണ് അതിൻ്റെ ആ ഒരു കയ്പ്പ് പോയിട്ട് മധുരം വരുള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പാല് അത്യാവശ്യം കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ചോക്ലേറ്റിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓയിൽ അതിലേക്ക് ഇറങ്ങി വന്ന ഒരു ലൂസ് ടൈപ്പിൽ സിറപ്പ് രൂപത്തിലാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ചോക്ലേറ്റ് പൗഡറല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്യാവുന്നതാണ്. നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങളടുത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് 2-3 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. ചോക്ലേറ്റ് മിഠായിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മോൾഡ് വാങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് തണുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തിക്നെസ് ആയിട്ട് കിട്ടും. ഫൈനലി നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതേ കാണുള്ളൂ. പിന്നെ ചട്ടിയിൽ സംഭവം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുള്ള് കാലിയായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, വീട്ടിലുള്ളവരൊക്കെ ചോക്ലേറ്റ് ലവേഴ്സ് ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പിസ്ത ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് മുഞ്ച് കൂട്ടിയെന്ന് മാത്രം. നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചട്ടി പോലും ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ട്രൈ ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, താങ്ക് യു.